ഉണ്ടാക്കാൻ എളുപ്പവും എങ്കിൽ വളരെ സ്വാദിഷ്ടവുമായ ഭക്ഷണമായിരിക്കും എല്ലാവർക്കും ഇഷ്ടംല്ലേ. അതുപോലെയുള്ള ഒരു റെസിപ്പിയാണ് ഇത് ഗ്രീൻ പീസ് പുലാവാണ്. ബിരിയാണിയുടെ ഒരു ലളിത രൂപം എന്ന് തന്നെ പറയാം. ഇതിന് ബിരിയാണിയുടെ അത്ര തന്നെ ചേരുവകൾ ആവശ്യമില്ല. ഇതുപോലെ നീളത്തിലുള്ള അരി കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. സവാളയും ഗ്രീൻ പീസും, ഇനി അരപ്പിനായി ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പുതിന, മല്ലിയില എന്നിവ അരച്ചതും എടുത്ത് കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് സ്പൈസസും ഇട്ട് കൊടുത്ത് വലിയുള്ളിയും ചേർത്ത് ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരപ്പിൻ്റെ പച്ചമണം നല്ലപോലെ കളഞ്ഞതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി യോജിപ്പിച്ചതിന് ശേഷം 1 സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായി ഇളക്കി കൊടുത്ത് കുക്കർ അടച്ച് ഒരു 2 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം. വിസിൽ പോയതിനു ശേഷം ഇത് തുറന്നു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എളുപ്പവും സ്വാദിഷ്ടവുമായ പുലാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്.